ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പിയാണ്. ചിക്കൻ റോളാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിനുവേണ്ടി മാവ് പരത്തണ്ട, അല്ലെങ്കിൽ ഷീറ്റ് വേണ്ട, അതായത് സമൂസ ഷീറ്റോ അങ്ങനെ ഒന്നും വേണ്ട. വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു കുബൂസാണ്. ഇത് നമ്മൾ സാധാരണ കുബൂസൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആവി കയറ്റുക, അപ്പോൾ നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്തിരിക്കുന്ന കുബൂസാണ്. അപ്പോൾ ഈ കുബൂസിന് പകരം നിങ്ങളുടെ കയ്യിൽ ചപ്പാത്തി ഉണ്ടെങ്കിൽ ചപ്പാത്തി വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് സ്പ്രിംഗ് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കുബൂസ് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ചപ്പാത്തി വെച്ചും ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു കുബൂസിൽ നിന്ന് നമുക്ക് 12 സ്പ്രിംഗ് റോൾ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് 3 ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് നല്ല കുഞ്ഞായിട്ടുള്ള സ്പ്രിംഗ് റോൾ വേണമെങ്കിൽ 4 വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഈ ഒരു പീസിൽ നിന്ന് തന്നെ നമുക്ക് 4 സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തിയതിന് ശേഷം അതിൻ്റെ നടുഭാഗത്ത് വെച്ചും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കാണുന്ന കുബൂസിൻ്റെ ഉൾഭാഗമാണ്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു കുബൂസും ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് 12 പീസാണ് ഇതുപോലെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുബൂസ് ചൂടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഒരുപാട് ചൂടാക്കരുത്. ജസ്റ്റ് ഒന്ന് ആവിയിൽ കയറ്റി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ നമുക്ക് ഓപ്പണായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ സ്പ്രിംഗ് റോൾ ഒട്ടിക്കാനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മൈദാമാവ് ആക്കി എടുക്കേണ്ടത്. ഒരുപാട് ലൂസാക്കാനും പാടില്ല, ഒരുപാട് തിക്കാക്കാനും പാടില്ല. ഇനി നമ്മൾ ഈ ഒരു സ്പ്രിംഗ് റോളിന് വേണ്ടി ഫില്ലിങ്സ് നേരത്തെ തന്നെ ചെയ്തു വെച്ച ഫില്ലിങ്സ് ആയിരുന്നു. ഇത് ചിക്കൻ്റെ ഒരു ഫില്ലിംഗ് ആണ്. പ്രീ പ്രിപ്പറേഷൻ ഓഫ് റമലാൻ എന്ന വീഡിയോയിൽ ഞാൻ ഈ ഒരു ഫില്ലിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഫില്ലിംഗ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി. അപ്പം ഞാനിത് ചെയ്യാനെടുത്തപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് നമ്മൾ ഫ്രീസറിൽ നിന്ന് ഒരു 3 മണിക്കൂറിന് മുന്നേ എടുത്ത് വെക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഈ കുബൂസിൻ്റെ പീസിൽ ആ ചിക്കൻ്റെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ഫില്ലിങ് വെക്കേണ്ട ഈ ഒരു ഭാഗത്താണ്, അതായത് കുബൂസിൻ്റെ പുറം ഭാഗത്താണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതിൻ്റെ 4 സൈഡും, അതായത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസിൻ്റെ 4 സൈഡും ആ മൈദാമാവിൻ്റെ മിക്സ് ഒന്ന് തേച്ച് കൊടുക്കണം. കാരണം ഇതൊന്ന് ഒട്ടി കറക്റ്റായിട്ട് ഈ ഫില്ലിങ് പുറത്ത് പോകാതെ ഇരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഫില്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള അളവിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ആ 2 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഫിക്സ് ആയിട്ട് കിട്ടും. കാരണം കുബൂസ് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഒട്ടിപ്പിടിക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ കുബൂസിൻ്റെ പുറം ഭാഗത്ത് തന്നെ ഫില്ലിങ് വെക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ആ ഒരു കുബൂസിൻ്റെ ഷീറ്റിലും ഫില്ലിങ്സ് നിറച്ച് റോൾ ചെയ്തെടുക്കാം. ഈ ഒരു റെസിപ്പി എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് സമയമൊന്നും വേണ്ട. അതായത് ഫ്രൈ ചെയ്യാൻ കൂടിപ്പോലും 1 മിനിറ്റ് മതി. 1 മിനിറ്റ് തന്നെ വേണ്ട, അത്ര പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. ഇതിനാകെ സമയം എടുക്കുന്നത് വെച്ചാൽ ജസ്റ്റ് ഈ റോൾ ചെയ്യുന്ന ആ ഒരു സമയം മാത്രമേ നമുക്ക് വേണ്ടി വരുള്ളൂ. അത്ര പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള കുബൂസും ഞാൻ റോൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഷേപ്പ് നിങ്ങൾ ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് സമൂസയുടെ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ റോൾ ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. സമൂസയുടെ ഷേപ്പിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് സമൂസയായിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്ത് വെച്ചാൽ ആരും തന്നെ പറയില്ല ഇത് കുബൂസിലാണ് ഉണ്ടാക്കിയെന്ന്. അത്ര പെർഫെക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് കൊടുത്ത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതായത് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് കൊണ്ട് തന്നെ 2 സൈഡും നല്ല ഒരു ബ്രൗൺ കളർ വരും, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വരും. അപ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അതായത് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആ ഒരു ഫില്ലിങ് നേരത്തെ വേവിച്ച് വെച്ചതാണ്. അതുപോലെ തന്നെ ആ കുബൂസും നല്ല കഴിക്കുന്ന കുബൂസല്ലേ, അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് കഴിച്ചിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ നമ്മുടെ സമൂസ ഷീറ്റ് വാങ്ങിച്ചിട്ട് സമൂസ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കുബൂസിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്നാക്ക് ചെയ്തെടുക്കുമ്പോഴും. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ ഫില്ലിങ്സിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞല്ലോ, പ്രീ പ്രിപ്പറേഷൻ ഓഫ് റമലാൻ എന്ന് പറയുന്ന വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും അത് കാണിച്ച് വീഡിയോയുടെ ലെങ്ത് കൂട്ടാത്തത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണം എന്നുള്ളവരാണെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം. അതൊന്ന് പ്രസ് ചെയ്താൽ ഈ ഒരു ചിക്കൻ ഫില്ലിങ്ങിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണാൻ പറ്റും.
സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അത്ര നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. അത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് സമയമൊന്നും വേണ്ട. ഈ നോമ്പ് തുറക്കുന്ന സമയമൊക്കെ എല്ലാ വീട്ടിലും ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒന്നും സമയം. പിന്നെ എണ്ണയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഒഴിച്ച എണ്ണ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു 1/4 കപ്പിന് മേളിലുള്ള എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അത് പൊരിച്ചെടുത്തപ്പോഴും 1/4 കപ്പോളം തന്നെ എണ്ണ ഉണ്ടായിരുന്നു ബാക്കി. കാരണം നമ്മൾ ഒരുപാട് സമയം എണ്ണയിലിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ലല്ലോ. ഇട്ട ഉടനെ തന്നെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കുന്നില്ല. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടെയാണിത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamu alaikum. Assalamu alaikum.